മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയുമാണെങ്കിൽ മഞ്ജുവിനെ കണ്ടതിന് ശേഷം അവർ രണ്ടുപേരും തിരിച്ചു പോവുകയാണ്. അപ്പോഴേക്കും കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ നടന്നു തുടങ്ങിയ കാര്യം ആരും അറിയാത്തത് കൊണ്ട് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോലും എനിക്കൊന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അയ്യപ്പസ്വാമി എനിക്കൊന്ന് നേരിൽ കണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയണമെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. ഞാൻ എന്നും എൻ്റെ അച്ഛൻ്റെ കൂടെ പോകുമായിരുന്ന ഒരു അയ്യപ്പസ്വാമി ക്ഷേത്രമുണ്ട്. അത് അധികം ആളുകളൊന്നും വരാത്തൊരു ക്ഷേത്രമാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോകുമായിരുന്നു അവിടെ പണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ക്ഷേത്രത്തിൽ പോയി അയ്യപ്പനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, അതിനെന്താണ് കണ്ണേട്ടാ, നമുക്ക് ഇന്ന് തന്നെ പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവുകയാണ്. പിന്നീട് മേഘൻ്റെ വാക്ക് കേട്ട് ദുർഗ ആണെങ്കിൽ മഞ്ജുവിനെ കാണാനായിട്ട് മഞ്ജുവിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. കാറിൽ നിന്നിറങ്ങി മഞ്ജുവിനെ കാണാനായിട്ട് ദുർഗ അകത്തോട്ട് കയറുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജു ആണെങ്കിൽ ആരാണ് വന്നിരിക്കുന്നതെന്ന് കരുതി മഞ്ജു പുറത്തോട്ട് വരുമ്പോഴേക്കും ദുർഗയെ കാണുകയും അങ്ങനെ ദുർഗയെ കണ്ട് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് മഞ്ജു. ദുർഗയെ കാണുന്നതും മഞ്ജു ഒന്ന് ഷോക്കാകുന്നുണ്ട്. ഇനി എന്ത് മാരണം കൊണ്ടായിരിക്കും അമ്മ വന്നിരിക്കുന്നതെന്ന് പേടിച്ച് ആകെ ഒരു വിഷമത്തോടു കൂടി തന്നെയാണ് മഞ്ജു വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോഴേക്കും ദുർഗയാണെങ്കിൽ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ മഞ്ജുവിനെ വരവേൽക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിനാണെങ്കിൽ ആകെ ഒരു സംശയം തോന്നുന്നുണ്ട്, അമ്മയ്ക്ക് ഇതെന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റമെന്ന് വിചാരിച്ച് ആകെ കണ്ണു മഞ്ഞളിച്ച പോലെ നിൽക്കുകയാണ് നമ്മുടെ മഞ്ജു. അങ്ങനെ ദുർഗയാണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട്, നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇനി എനിക്കും കൂടെ ഒരു ചെറിയ താല്പര്യമുണ്ട്. കാരണം നീ ഒരു അമ്മയാകുന്ന സ്ഥിതിക്ക് ഈ സമയത്ത് നീ ജോലികളൊന്നും ചെയ്യേണ്ട ഒരു സമയമല്ല. അതുകൊണ്ട് നിനക്ക് റെസ്റ്റ് വേണം. നിന്നെ എൻ്റെ വീട്ടിലോട്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണെന്നൊക്കെ മഞ്ജുവിനോട് പറയുമ്പോൾ ഇത് കേട്ടൊന്ന് മഞ്ജുവിനാണെങ്കിൽ ചെറിയ സന്തോഷമെല്ലാം വരുന്നുണ്ട്. അമ്മയ്ക്ക് ചെറിയ മാറ്റങ്ങളെല്ലാം വന്നല്ലോ എന്നോർത്ത് മഞ്ജു വളരെയധികം സന്തോഷിക്കുന്നു. പക്ഷേ ദുർഗയുടെ മനസ്സിലാണെങ്കിൽ ആ മേഘൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ തികണ്ടു വരുന്നത്. അങ്ങനെ ദുർഗ മനസ്സിൽ കരുതുന്നുണ്ട്, നീ നാളെ വീട്ടിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും നിൻ്റെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കും. നിൻ്റെ കുഞ്ഞ് നാളത്തോടുകൂടി തന്നെ ഇല്ലാതായി തീരുമെന്നെല്ലാം വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ദുർഗ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ആളൊഴിഞ്ഞ അയ്യപ്പ ക്ഷേത്രത്തിലെത്തുകയാണ് മഹിയും കണ്ണനും. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ട് തന്നെ കണ്ണനാണെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് പോകുന്നുണ്ട്. കാരണം അവിടെ കണ്ണന് പരിചയമുള്ള ആരുമില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്താണ് കണ്ണൻ അങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരും അയ്യപ്പൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം വരാൻ ശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് പറ്റാത്തൊരു സ്ഥലമാണ്. അയ്യപ്പൻ എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് കിട്ടിയ ഈ സൗഭാഗ്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണനും മഹിയും. അതേസമയം അങ്ങോട്ട് വരുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. ഇതൊന്നും അറിയാതെ തന്നെയാണ് നമ്മുടെ മഹിയും കണ്ണനും അങ്ങനെ അയ്യപ്പൻ്റെ മുന്നിൽ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്നത്. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും അവിടെ അയ്യപ്പ ക്ഷേത്രത്തിലെത്തുകയും മുത്തശ്ശി പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, ഇനി അയ്യപ്പനെ നമുക്ക് കൂട്ടിപ്പിടിച്ചാലേ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭംഗിയായിട്ട് തന്നെ നടക്കുകയുള്ളൂ. ഈ മണ്ഡലമാസനം കഴിയുന്നവരെ അയ്യപ്പനെ കൂട്ടിപ്പിടിച്ചേ പറ്റൂ. അയ്യപ്പൻ്റെ പ്രീതി നേടിയെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. ഇതൊന്നും അറിയാതെ വളരെ സന്തോഷത്തോടുകൂടി അയ്യപ്പനെ തൊഴുതിറങ്ങുന്ന മഹിയും കണ്ണനുമാണെങ്കിൽ നടന്നുകൊണ്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. അതേസമയം മുത്തശ്ശിയും പ്രതാപനും വരുന്നത് മഹിയാണെങ്കിൽ ദൂരെ നിന്ന് തന്നെ കാണുന്നുണ്ട്. അങ്ങനെ ആകെ ഞെട്ടിത്തരിച്ചു പോകുന്നുണ്ട് രണ്ടുപേരും. ഇനി എന്ത് ചെയ്യും? ഇവരുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതാകെ പ്രശ്നമാകുമല്ലോ എന്നോർത്ത് രണ്ടുപേരും ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. അങ്ങനെ മഹിയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ട ഇനി എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് വീൽ ചെയർ എടുത്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ കണ്ണേട്ട എന്ന് പറയുന്നുണ്ട്. കണ്ണനുമാണെങ്കിൽ ആകെ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മഹി കണ്ണനെ അമ്പലത്തിൻ്റെ പിറകിലോട്ട് എത്തിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് പോയി വീൽ ചെയർ അവർ കാണാതെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ എളുപ്പം പോയി തന്നെ വീൽ ചെയർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ കണ്ണനെ മഹി അതിനകത്ത് ഇരുത്തി ഉന്തിക്കൊണ്ട് വരുന്ന ഭാഗമാണ് പിന്നെ നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും കാണുന്നത്. അപ്പോഴേക്കും കണ്ണനെയും മഹിയും കാണുമ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ടോ, നീ ഇവനെ വീണ്ടും മുന്തി ഇവിടെയെല്ലാം കൊണ്ടുവന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അമ്പലത്തിൽ വരുന്നതിന് ആർക്കും ആരുടെയും തടസ്സമൊന്നുമില്ലല്ലോ, ആർക്ക് വേണമെങ്കിലും അമ്പലത്തിൽ വരാമല്ലോ എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശിക്കും പ്രതാപനുമാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. നീ എത്ര അവനെ അമ്പലത്തിൽ ഉന്തിക്കൊണ്ട് നടന്നിട്ടും ഒരു കാര്യമില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഈ വീൽ ചെയറും അവൻ്റെ കൂടെ എന്നും മരണം വരെ ഉണ്ടാവും, അല്ലാതെ ഇതിൽ നിന്ന് അവൻ ഒരിക്കലും എണീക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതിന് എനിക്കൊരു കുഴപ്പവുമില്ല, ഞാനല്ലേ എൻ്റെ കണ്ണേട്ടനെ നോക്കുന്നത്, നിങ്ങളാരുമല്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ പ്രതാപനോടായിട്ടും മുത്തശ്ശിയോടായിട്ടും ദേഷ്യപ്പെടുന്നുണ്ട് മഹി. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.